നമസ്കാരം. പ്രധാന വാർത്തകൾ. വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അംഗൻവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ബിജെപിയുടെ സമരം പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ. ലോക മുസ്ലിങ്ങൾക്ക് ആത്മീയ പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച മുഹറം മാസത്തിലെ അതിപ്രധാനമായ താസു ആഷ്റ അഥവാ മുഹറം 9-10 വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ച് വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസവും പ്രവാചകൻ ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിലെ ഒന്നുമാണ് മുഹറം. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തിയ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രദേശവാസികൾ. കുന്നംകുളം നഗരസഭാ പരിധിയിലെ കാലപ്പഴക്കവും ശോചനീയാവസ്ഥയും മൂലം അപകട ഭീഷണി ഉയർത്തുന്ന പഴയ കെട്ടിടങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി നഗരസഭ. അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് നൽകി. അടിയന്തരമായി സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും അതീവ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും നിർദ്ദേശം നൽകി. വാർത്തകൾ വിശദമായി. വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അംഗൻവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. അംഗൻവാടിയുടെ അപകടാവസ്ഥയെക്കുറിച്ച് സിസിടിവി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബിജെപിയുടെ പ്രതിഷേധം വേലൂരിന് നാണക്കേട്, പ്രസിഡന്റിന് നാണക്കേട്. പ്രധാനപ്പെട്ട അപകട ഭീഷണി റോഡരികിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റില്ല എന്നതാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്നാണ് അങ്കണവാടിയുടെ കവാടവും കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുവാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ റോഡിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടിവീഴാറായ അവസ്ഥയിലാണ്. അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിനോട് ചേർന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങളും ടോയ്ലറ്റും സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം പുല്ലും ചെടികളും വളർന്ന് കാടുപിടിച്ചിരിക്കുകയാണ്. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതിനു പുറമെ അങ്കണവാടി കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന വേലൂർ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർ കോമ്പൗണ്ടിനകത്തേക്ക് ഇരുചക്രവാഹനങ്ങൾ ഓടിച്ച് കയറ്റുന്നതും കുട്ടികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. മാറി മാറി ഭരിക്കുന്ന LDF, UDF ഭരണസമിതികൾ കുട്ടികളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ടും ആളുയരത്തിൽ ഉയർന്നു നിൽക്കുന്ന പുല്ലുപോലും വെട്ടിക്കളയാൻ തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾ തുടരുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നാളത്തെ വാഗ്ദാനങ്ങളായി മാറേണ്ട നമ്മുടെ പിഞ്ചോമനകൾ പഠിക്കുന്ന നഴ്സറിയിലെ അംഗൻവാടിയിലെ ഒരു സുരക്ഷയുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമുക്കറിയാം, ഇതുപോലെ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ചെറിയ വിദ്യാലയത്തിൽ നിന്നും അവിടുത്തെ ഗേറ്റ് ഉണ്ടായിട്ട് പോലും ആ ഗേറ്റ് അടയ്ക്കാൻ ശ്രദ്ധിക്കാതെ അവിടുത്തെ ടീച്ചർമാരെ ശ്രദ്ധിക്കാതെ ഇരുന്ന ആ സമയത്ത് ഒരു പിഞ്ചുകുട്ടി നടു റോട്ടിൽ വന്ന് നിന്ന് അവിടെ നിന്നതും ആ ലോറി ഡ്രൈവറുടെ നല്ല മനസ്സും അദ്ദേഹത്തിന്റെ ശ്രദ്ധയും മൂലം ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇത് നാളെ വേലൂരിലും ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഗേറ്റ് വെക്കാൻ പോലും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ആ വാർഡ് മെമ്പർക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണം. കർഷക മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി സമരം ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ AG രഞ്ജീവ്, SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജയ വിനോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ വേലൂർ,
VP ഷാജി എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റ് വേലൂരിന് നാണക്കേട്, വേലൂരിന്റെ നാട് പ്രസിഡന്റിന്റെ സ്വന്തം ഓർത്തുവച്ച പ്രസിഡന്റ് രാജിവെച്ച പുറത്തു പോകും. അങ്കണവാടികളുടെ നവീകരണത്തിന് വേണ്ടി ഈ ബജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും BJPയുടെ സമരം പ്രഹസനമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്ത് ഭരിച്ചത് LDF ആണ്. നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അങ്കൺവാടിയുടെ ഗേറ്റ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസ് അങ്കൺവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മാറ്റിയതും LDF ഭരണസമിതിയാണ്. LDFനെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം 5 മാസം മുൻപേ അധികാരത്തിൽ വന്ന UDF ഭരണസമിതിയുടെ പഴിചാരുവാനാണ് BJPയുടെ ശ്രമം. LDF ഭരണസമിതിയുടെ വീഴ്ചയാണ് അങ്കൺവാടിയുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. പദ്ധതികൾക്ക് DPR അംഗീകാരം വരുന്ന ജൂലൈ 15 ശേഷമാണ് ലഭിക്കുക. ഇതിനുശേഷമാണ് പ്രവൃത്തികൾ ആരംഭിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും പ്രതിഷേധങ്ങൾക്ക് കാരണം CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും സ്വപ്ന രാമചന്ദ്രൻ ആരോപിച്ചു. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അംഗൻവാടി നവീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും DPC അംഗീകാരം കിട്ടുന്നത് അടുത്ത ജൂലൈ 15 തീയതിക്ക് ശേഷം DPC അംഗീകാരം കിട്ടുള്ളൂ. എല്ലാ പദ്ധതികളും തയ്യാറാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നടുവിലങ്ങാടി അംഗൻവാടിക്ക് ഗേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP ഇന്ന് നടത്തിയ സമരം CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് നടന്ന സമരമാണ്. 10 വർഷമായിട്ട് CPM ഭരിച്ചിരുന്ന ഈ പഞ്ചായത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഗേറ്റ് ഇപ്പോഴും ഗേറ്റ് ഇല്ലാതെ കിടക്കുന്നത് 10 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഈ CPM-ന് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പ് മാത്രമാണ്. പഞ്ചായത്ത് ഈ വർഷം അംഗൻവാടി നവീകരണത്തിനായിട്ട് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇവിടെ തയ്യൂർ ആലുക്കൽ പാലം പൊട്ടിക്കിടക്കുമ്പോൾ AC മൊയ്തീനെതിരെ സമരം ചെയ്യാതെ പഞ്ചായത്തിന് മുമ്പിൽ വന്ന് ഈ പ്രഹസനം നടത്തുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ സാധാരണക്കാർക്കും മനസ്സിലാകുന്നതാണ്. ഇത് ഒരു പ്രഹസന സമരം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തി ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ പുല്ലൂർ വളപ്പിൽ മുഹമ്മദ് സ്ഥാപനത്തിന് സമീപത്തെ വഴിയിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനിടയിലാണ് ഒച്ചിനെ കണ്ടത്. കൊരട്ടിക്കര അപ്പൂരിടത്ത് രവിശങ്കറിന്റെ വീട്ടുമുറ്റത്ത് നിന്നും മറ്റൊരു ഒച്ചിനെയും കണ്ടെത്തി. കഴിഞ്ഞ വർഷവും ഈ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഒച്ചുകളെ കണ്ടെത്തിയ വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഒച്ചുകളെ കണ്ടെത്തിയ സ്ഥലങ്ങൾ അധികൃതർ സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഷിഗല്ല പ്രതിരോധ യജ്ഞവും ഊർജിതമാക്കുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നടത്തിവരുന്ന വിവിധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് സബൈറ്റ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രൻ, ഷഹീദ്, ജിഷ അനിൽ, ലിസി ജോയ്, സുജിഷ, അനൂപ്, ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവരും സംസാരിച്ചു. ലോക മുസ്ലിങ്ങൾക്ക് ആത്മീയ പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച മുഹറം മാസത്തിലെ അതിപ്രധാനമായ താസു ആശുറ അഥവാ മുഹറം 9-10 വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ച് വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ 1-ാമത്തെ മാസവും പ്രവാചകൻ ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിലെ ഒന്നുമാണ് മുഹറം. അറബിയിൽ മുഹറം എന്ന വാക്കിനർത്ഥം വിലക്കപ്പെട്ടത് അല്ലെങ്കിൽ പവിത്രമായത് എന്നാണ്. ഈ മാസത്തിൽ യുദ്ധം പൂർണ്ണമായും നിഷിദ്ധമാക്കപ്പെട്ടതാണ്. റമദാനിലെ നോമ്പിനു ശേഷം ഏറ്റവും പുണ്യമുള്ളതാണ് മുഹറത്തിലെ വ്രതാനുഷ്ഠാനം. ഇതിൽ തന്നെ 9-നും 10-നും ഏറെ പ്രാധാന്യമാണ് നൽകുന്നത്. ഫിറൌനിൽ നിന്ന് മൂസാ നബിയെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണ് മുഹറം 10. ഇതിനോടുള്ള നന്ദി സൂചകമായാണ് വിശ്വാസികൾ അന്ന് നോമ്പ് നോൽക്കുന്നത്. മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ ജൂത സമൂഹം മോശയെയും അനുയായികളെയും ചെങ്കടൽ പിളർന്ന് രക്ഷപ്പെടുത്തിയതിന് നന്ദി സൂചകമായി നോമ്പ് നോറ്റിരുന്നു. ഇതറിഞ്ഞ പ്രവാചകൻ അടുത്ത വർഷം 10-ഓടൊപ്പം 9-നും കൂടി നോമ്പ് നോൽക്കാൻ മുസ്ലിം മതവിശ്വാസികളോടുണർത്തി. ഈ വ്രതം കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ് വിശ്വാസം. മുഹറം മാസത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. പ്രവാചക പൗത്രൻ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വ സ്മരണകളും ഈ ദിനത്തോടനുബന്ധിച്ചുള്ളതാണ്. വ്രതദിനങ്ങളുടെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ബോധവൽക്കരണ ക്ലാസുകളും മൺമറഞ്ഞുപോയവർക്ക് പ്രത്യേക പ്രാർത്ഥനയും നടത്തും.
ആഘോഷങ്ങൾക്കപ്പുറം പ്രാർത്ഥനകൾക്കും സ്വയം വിലയിരുത്തലുകൾക്കുമാണ് ഈ മാസത്തിൽ വിശ്വാസികൾ പ്രാധാന്യം നൽകുക. സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും അനീതിക്കെതിരെ പോരാടാനുമുള്ള വലിയൊരു സന്ദേശമാണ് മുഹറം. ത്യാഗത്തിന്റെയും സഹിഷ്ണുതയുടെയും ദീപ്തമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കടന്നുവരുന്ന മുഹറം മാനവികതയുടെയും നന്മയുടെയും പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇറക്കിയ വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സർക്കാരിനോടും ദേവസ്വം ഭരണസമിതിയോടും ആവശ്യപ്പെട്ടു. 50 വർഷം മുന്നിൽ കണ്ടുള്ള വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് പാസാക്കിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാവൂ എന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. ക്ഷേത്ര നടപ്പന്തലുകളിലും ദേവസ്വം റോഡുകൾക്ക് ഇരുവശവുമുള്ള അനധികൃത വഴിയോര കച്ചവടം അവസാനിപ്പിക്കുക, ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ഒഴിപ്പിച്ച വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. റഹ്മാൻ തിരുനെല്ലൂർ, മനോജ് V മേനോൻ, GK പ്രകാശൻ, K രാധാകൃഷ്ണൻ, ടെസി ഷൈജോ, M ആനന്ദ്, നീതു ബിനീഷ്, K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വായനാ വാരത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭയും ഏകലവ്യ സ്മാരക ലൈബ്രറിയും സംയുക്തമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ആവേശകരമായ ക്വിസ് മത്സരമാണ് നടത്തിയത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രശസ്തമായ പുസ്തകങ്ങളെ ആസ്പദമാക്കി വായനാനുഭവം എഴുതലും പങ്കുവയ്ക്കലും മത്സരം നടത്തി. വിദ്യാർത്ഥികളുടെ മികച്ച വായനാ വിശകലന മികവ് തെളിയിക്കുന്നതായിരുന്നു മത്സരങ്ങൾ. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, റീഡേഴ്സ് ഫോറം ഭാരവാഹികളായ ഗി വർഗീസ്, PS ഷാനു, ലൈബ്രറിയൻ സിൽവിയ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയിൽ എലിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ H അക്ബർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ P യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, KH സലാം, സുബൂറ, KP രഞ്ജിത് കുമാർ, സെക്രട്ടറി ഇൻചാർജ് റിഷ്മ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ്, നഗരസഭാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യാശ്രീ ഉണ്ണി, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV സിന്ധു, താലൂക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ എന്നിവർ പങ്കെടുത്തു. നഗരങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനും എലിപ്പനി വ്യാപനം തടയുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്തു. ബോധവൽക്കരണ പരിപാടികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനും യോഗം തീരുമാനിച്ചു. ജനപ്രതിനിധികൾ, നഗരസഭയിലെയും താലൂക്ക് വിഭാഗത്തിലെയും ഹെൽത്ത് ഉദ്യോഗസ്ഥർ, സ്കൂൾ പ്രധാന അധ്യാപകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ KR മോഹനൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രഞ്ജിത് കുമാർ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട്, നഗരസഭാ കൌൺസിലർ ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH സലാം നന്ദി പറഞ്ഞു. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും നവീകരിച്ച പ്രവേശന കവാടത്തിന്റെയും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അഡോളസന്റ് കൌൺസിലിംഗ് റൂമിന്റെയും ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷയായ യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ മാസ്റ്റർ, മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീന അഷ്റഫ്, വാർഡ് മെമ്പർ AP ബിന്ദു, പ്രധാനാധ്യാപിക ബിന്ദു ബാബു, ശതോത്തര രജത ജൂബിലി കമ്മിറ്റി കൺവീനർ രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് VK മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KN സുരേഷ്, മുൻ പ്രിൻസിപ്പാൾ ബൃന്ദ, MPTA പ്രസിഡന്റ് ജസീല, MB ശ്രീകല, TP നസീറ, PK രജനി, CM ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ എൻഡോമെന്റുകളും പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ വിവിധ ഉപഹാരങ്ങളും വിദ്യാലയത്തിന്റെ ഉപഹാരങ്ങളും അർഹരായവർക്ക് വിതരണം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കരിയർ ഗൈഡ് AP മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ
ഉപഹാരം നൽകി ആദരിച്ചു. പ്രിൻസിപ്പാൾ ബി ശ്യാം, പ്രധാനാധ്യാപിക കെ മഞ്ജുള, വാർഡ് കൌൺസിലർ സോണി ഷാജി, PTA പ്രസിഡന്റ് TA പ്രേമരാജൻ, ഫാദർ ജോസഫ് ജോർജ്, രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഷാപ്പിന് സമീപം ബൈക്കിന് മുന്നിൽ നായ ചാടിയതിനെ തുടർന്ന് മറിഞ്ഞു വീണ് യുവാവിന് പരിക്കേറ്റു. പിലാക്കാട് സ്വദേശി 22 വയസ്സുള്ള അഭിനവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 അപകടം. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓർമ്മകൾ ബാക്കിയാക്കി താവുപ്പേട്ടൻ യാത്രയായി. ആനപ്രേമിയും സ്വകാര്യ ബസ്സിലെ ക്ലീനർ പണിയുടെ ഹരവും പേറി ദീർഘനാൾ ബസ് ജീവനക്കാർക്കും നാട്ടുകാർക്കുമൊപ്പം സജീവമായിരുന്ന അയ്നൂർ വടക്കേത്തലയ്ക്കൽ പരേതനായ കുര്യൻ മാത്രി ദമ്പതികളുടെ മകൻ താവുപ്പന് നാട് യാത്രാമൊഴിയേകി. 1983 കാലഘട്ടങ്ങളിൽ പഴഞ്ഞി കുന്നംകുളം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളിൽ സ്വയം ക്ലീനറായി പോയിരുന്ന താവുപ്പൻ ഏതു ബസ്സിൽ കയറി ക്ലീനറായാലും ബസ് ജീവനക്കാർക്കോ ബസ് മുതലാളിമാർക്കോ പരാതികളോ പരിഭവമോ ഇല്ല. ചായയും ചോറും മൂക്കുപൊടിയുമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ വേതനം. നാട്ടുകാർക്ക് സ്ഥിരം തമാശകളുമായി വഴക്കടിക്കാനുള്ള പൊതുസ്വത്തുക്കളിൽ ഒരാളായിരുന്നു താവുപ്പൻ. ആനപ്രേമി കൂടിയായ താവുപ്പൻ പഴയകാലത്ത് ആനകൾ നടന്നുവന്നിരുന്ന കാലത്ത് താങ്ങുറക്കാത്ത വലിയ തോട്ടിയുമായി ഒപ്പമുണ്ടാകും. സ്വകാര്യ ബസ്സുകളായ പഴയ എക്സ്പ്രസ്, പിന്നീട് CD ട്രാൻസ്പോർട്ട്, സണ്ണി എന്നിങ്ങനെ പേരുകൾ മാറിയ ബസ്സിലും പഴയ സീന, പിന്നെ റെജി ബസ്സിലും ക്ലീനറായി സൗജന്യ യാത്രയ്ക്കൊപ്പം സൗജന്യ സേവനം നടത്തുന്ന താവുപ്പേട്ടൻ അക്കാലത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. ചില ദിവസം അംഗീകൃത ബസ് ക്ലീനറായും ഉണ്ടാകും. ബസ്സിൽ താവുപ്പേട്ടൻ പ്രത്യേക ശബ്ദത്തിൽ റൈറ്റ് പറയും. കയ്യിൽ എപ്പോഴും ചെറിയ പൊതികളിലായി മൂക്കുപൊടിയും ഉണ്ടാകും. ഇഷ്ടമുള്ളവർ ചോദിച്ചാൽ ചിലപ്പോൾ മാത്രം സൗജന്യമായി തരും, അല്ലെങ്കിൽ ദേഷ്യത്തോടെ പ്രതികരിക്കും. നാട്ടുകാർ താവുപ്പന്റെ ആന ചത്തു എന്ന് പറഞ്ഞാൽ താവുപ്പന് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പിന്നെ ബസ് ജീവനക്കാർ ഇടപെട്ട് ആശ്വസിപ്പിക്കുമെങ്കിലും തിരിച്ചു പറയുന്ന ദേഷ്യത്തോടെയുള്ള പ്രതികരണം തുടർന്ന് യാത്രക്കാർ കേൾക്കാൻ നിർബന്ധിതരാകും. വർഷങ്ങൾക്ക് മുമ്പേ താവുപ്പന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. സ്വന്തമായി വീടില്ലാത്ത താവുപ്പൻ അയ്നൂരിലെ സഹോദരീപുത്രൻ രാജുവിന്റെ വീട്ടിലായിരുന്നു താമസം. വാർദ്ധക്യ സഹജമായ അസുഖത്താൽ താവുപ്പനെ പിന്നീട് കോട്ടപ്പടിയിലുള്ള അഭയഭവനിലേക്ക് മാറ്റി. ഈയിടെ അസുഖം മൂർച്ഛിച്ച അദ്ദേഹം വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചു. ഉച്ചയോടെ അയ്നൂരിലെ സഹോദരീപുത്രൻ രാജുവിന്റെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, പൊതുപ്രവർത്തകരായ ഷിജു കോട്ടോൽ, MA കമറുദ്ദീൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. 2 മണിക്ക് പഴഞ്ഞി ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. അമ്മിണി സഹോദരിയാണ്. താവുപ്പേട്ടൻ യാത്രയാകുമ്പോൾ ബാക്കിയാകുന്നത് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള ഒരുപാട് നാട്ടോർമ്മകളാണ്. കടവല്ലൂരിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി കൊപ്പറമ്പത്ത് പ്രമോദിന്റെ ഭാര്യ 45 വയസ്സുള്ള അനിത, ബൈക്ക് യാത്രക്കാരനായ കൊരട്ടിക്കര വട്ടമാവ് വലിയാരിക്കൽ 31 വയസ്സുള്ള അജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കടവല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപം വ്യാഴാഴ്ച രാവിലെ 9:30 അപകടം. ഈ പരിക്കേറ്റ ഇരുവരെയും കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആംബുലൻസിൽ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശം ഒട്ടും ചോരാതെ ആവേശ പോരാട്ടങ്ങളുമായി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണം. സ്കൂളിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജർമ്മനി കിരീടത്തിൽ മുത്തമിട്ടു. ലോകമെങ്ങും ഫുട്ബോൾ ആവേശം അലതല്ലുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ പ്രത്യേക ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ഭൂപടത്തിലെ കരുത്തരായ അർജന്റീന, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ എന്നീ ടീമുകളെ പ്രതിനിധീകരിച്ചാണ് വിദ്യാർത്ഥികൾ പന്ത് തട്ടിയത്. ഓരോ ടീമും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ മത്സരങ്ങൾ ഏറെ ആവേശകരമായി. ഫൈനലിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ജർമ്മൻ പട വിജയം കൈപ്പിടിയിലൊതുക്കിയത്. വിജയികളായ ടീമിന് സ്കൂൾ അധികൃതർ ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് VK സന്തോഷ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് MS മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി. ചൂണ്ടൽ ഗ്രാമീണശാലയുടെ നേതൃത്വത്തിൽ G ശങ്കരപ്പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനശാല സംഘടിപ്പിക്കുന്ന 2ാമത്തെ പരിപാടിയാണ് G ശങ്കരപ്പിള്ള അനുസ്മരണം. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് നാടക പ്രവർത്തകനും സിനിമാ സീരിയൽ നടനുമായ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് മധു ചൂണ്ടൽ അധ്യക്ഷനായി. വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ CJ ഫ്രാൻസിസ്, സുലൈമാൻ, CJ ജിജു, TL ജോസഫ്, ലൈബ്രറിയൻ ഹേമലത, പത്മിനി, മോഹിനി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം കബനി തിയേറ്റേഴ്സിന്റെ ബാനറിൽ പ്രസാദ് ലീല അവതരിപ്പിച്ച ഏകാംഗ നാടകം അരങ്ങേറി. നാടക് ഭാരവാഹികളായ വിദ്യാധരൻ, ബാബു വയലത്തൂർ, റോഷൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുമായി സഹകരിച്ചാണ് വായനശാല G ശങ്കരപ്പിള്ള അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്.
കുന്നംകുളം നഗരസഭാ പരിധിയിലെ കാലപ്പഴക്കവും ശോചനീയാവസ്ഥയും മൂലം അപകട ഭീഷണി ഉയർത്തുന്ന പഴയ കെട്ടിടങ്ങൾക്കെതിരെ നഗരസഭ നടപടി ശക്തമാക്കി. അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് നൽകി. അടിയന്തരമായി സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനോ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനോ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2025 ജൂൺ 27 കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പട്ടാമ്പി റോഡിൽ സ്ഥിതി ചെയ്തിരുന്ന പഴയ ഇരുനില കെട്ടിടത്തിന്റെ ഭാഗം റോഡിലേക്ക് തകർന്നു വീണിരുന്നു. സംഭവ സമയത്ത് താഴത്തെ നിലയിലെ കടകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും ആളുകൾക്കും വാഹനങ്ങൾക്കും അപകടമുണ്ടാകാതെ വലിയ ദുരന്തം ഒഴിവായി. ഇതേ തുടർന്ന് നഗരസഭാ അധികൃതർ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. കുന്നംകുളം പട്ടാമ്പി റോഡ്, ഗുരുവായൂർ റോഡ്, വടക്കാഞ്ചേരി റോഡ്, ചൂണ്ടൽ റോഡ് എന്നിവിടങ്ങളിലെ നിരവധി പഴയ ഓടിട്ട കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ, തൊഴിലാളികൾ വിശ്രമിക്കുന്ന കെട്ടിടങ്ങൾ എന്നിവ അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തി. മഴക്കാലത്ത് ചുവരുകൾ നനഞ്ഞു കുതിരുക, മേൽക്കൂരയുടെ ഭാഗങ്ങൾ ദ്രവിക്കുക, തറ തകർന്ന നിലയിൽ തുടരുക തുടങ്ങിയ സാഹചര്യങ്ങളിലുള്ള കെട്ടിടങ്ങൾ പൊതുജനങ്ങൾക്കും വാഹനയാത്രികർക്കും ഭീഷണിയാണെന്ന് നഗരസഭ വിലയിരുത്തുന്നു. അപകട ഭീഷണി നിലനിൽക്കുന്ന കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയോ ചെയ്യണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർദ്ദേശം പാലിക്കാത്ത പക്ഷം ബന്ധപ്പെട്ട നിയമപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വീടിന്റെ ശുചിമുറിയിലെ ക്ലോസറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കോട്ടപ്പടി രായമരക്കാർ വീട്ടിൽ അബുട്ടിയുടെ വീട്ടിൽ നിന്നാണ് 4.5 അടിയോളം നീളമുള്ള മൂർഖനെ പിടികൂടിയത്. ശുചിമുറിയിലെത്തിയ കുട്ടിയാണ് ആദ്യം പാമ്പിനെ കണ്ടത്. തുടർന്ന് വീട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി. ശുചിമുറിയുടെ പുറത്തുള്ള പൈപ്പ് വഴി വെന്റിലേറ്ററിലൂടെയാണ് പാമ്പ് അകത്തെത്തിയതെന്ന് പ്രബീഷ് പറഞ്ഞു. പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി. പ്രശസ്ത സിനിമാ സംവിധായകൻ KR മോഹനൻ അനുസ്മരണം നടന്നു. ചാവക്കാട് തിരുവത്ര അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ചടങ്ങ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. MR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നിരൂപകനും എഴുത്തുകാരനും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ CS വെങ്കിടേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ AH അക്ബർ, സിനിമാ സംവിധായകൻ മണിലാൽ, കോമളൻകുട്ടി ഷൊർണൂർ, ഫറൂഖ്, അബ്ദുൾ റഹ്മാൻ, KH സലാം എന്നിവർ സംസാരിച്ചു. കുന്നംകുളം CMSPG സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ സ്കൂൾ കവാടത്തിന് മുന്നിൽ വെച്ചാണ് പൊതുജനങ്ങൾക്കായി ഫ്ളാഷ് മോബ് അവതരണവും ലഘുലേഖ വിതരണവും നടത്തിയത്. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ലഹരിമുക്ത സമൂഹത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ ശക്തമായ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മനോഹരമായ ഫ്ളാഷ് മോബ് വഴിയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. സ്കൂൾ പ്രധാന അധ്യാപിക P. മഞ്ജു മാത്യു, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ ലഹരിവിരുദ്ധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആദൂർ മഹാത്മാ LP സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ സമാപനം കലാസംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുബൈർ സിന്ദഗി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കുമാരി മുരളി അധ്യക്ഷത വഹിച്ചു. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നത്. രക്ഷിതാക്കൾക്കായുള്ള ക്വിസ് മത്സരം, കുട്ടികൾക്കായുള്ള പുസ്തകാസ്വാദനം, പുസ്തക പ്രദർശനം എന്നീ പരിപാടികൾ നടത്തി. വായനാദിന ക്വിസ് മത്സര വിജയികളായവരെ ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് മെമ്പർ ബാഹ്യാദ്രി, ഗോപി മാസ്റ്റർ, വിന്യ ജയൻ, നാസിമ സക്കീർ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക KP ദീപ്തി സ്വാഗതവും PA അക്ബർ ഫൈസൽ നന്ദിയും പറഞ്ഞു. ലഹരിമുക്ത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിലുള്ള 7 സ്കൂളുകളിൽ നിന്നായി 14 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ACP V. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ടെമ്പിൾ CI വിനോദ് വലിയാട്ടൂർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ അധ്യാപകൻ ബബീഷ്, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ചുമതലയുള്ള CPO D. അരുൺ എന്നിവർ വിധികർത്താക്കളായിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ ASI K. സാജൻ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകി. ആദ്യം 3 സ്ഥാനം നേടിയവർക്ക് വെള്ളിയാഴ്ച വൈകിട്ട് ചാവക്കാട് നടക്കുന്ന സമ്മേളനത്തിൽ NK അക്ബർ MLA സമ്മാനം നൽകും. ലഹരിമുക്ത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പൊതുജനങ്ങളുമായി സഹകരിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിക്കും. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങല തീർത്ത് കുട്ടികൾ. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. പ്രധാന അധ്യാപിക ബിന്ദു ബാബു, സീനിയർ അധ്യാപിക MB ശ്രീകല, പ്രിൻസിപ്പൽ ഇൻചാർജ് സിമിലി, സരിത ഗോപാൽ, ഷീബ, സന്തോഷ് കുമാർ, കാവ്യ ജംഷീന, കൌൺസിലർ PL ലിനിയ തുടങ്ങിയവർ സംബന്ധിച്ചു. NSS വോളണ്ടിയർമാരായ റാസിക്, അൻസിൽ, ധനുഷ്, ഫിഹിൻ, ആര്യ, ആദില തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ജയറാം സന്തോഷ് കുട്ടികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ച് സമ്മേളനം നടന്നു. ഇൻഷുറൻസ് മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചു. കുന്നംകുളം ടൗൺഹാളിൽ നടന്ന LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ബ്രാഞ്ച് സമ്മേളനം CITU തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ കോർപ്പറേറ്റ് മുതലാളിമാർ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്ഥാപനമായ LICയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരും മാനേജ്മെന്റും IRDAയും ഇതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണെന്നും ജയപ്രകാശ് കുറ്റപ്പെടുത്തി. പുതിയ പരിഷ്കാരങ്ങളുടെ മറവിൽ LIC ഏജന്റുമാരുടെ നിലവിലുള്ള കമ്മീഷൻ പോലും വെട്ടിക്കുറച്ച് ഏജൻസി മേഖലയെ തകർക്കാനാണ് നീക്കമെന്നും അദ്ദേഹം ആരോപിച്ചു. ഇൻഷുറൻസ് മേഖല നേരിടുന്ന കടുത്ത വെല്ലുവിളികളും പുതിയ പരിഷ്കാരങ്ങളും ചർച്ച ചെയ്ത സമ്മേളനത്തിൽ LIC OIC CITU ഡിവിഷൻ കമ്മിറ്റി ട്രഷറർ MS മോഹനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടന ഓൾ ഇന്ത്യ കമ്മിറ്റി മെമ്പർ E ബാലകൃഷ്ണൻ, ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി TS ഷെനിൽ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വത്സൻ മാളിയേക്കൽ, ഡിവിഷൻ കമ്മിറ്റി മെമ്പർ അജിനാസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാജലക്ഷ്മി ബാലൻ, സെക്രട്ടറി KS പ്രദീപ്, ട്രഷറർ ബീന ജോയ് എന്നിവർ നേതൃത്വം നൽകി. മഹിളാ അസോസിയേഷൻ പുന്നയൂർകുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ചമ്മന്നൂരിൽ നടത്തിയ പ്രതിഷേധം മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ജാസ്മിൻ ഷെഹീർ ഉദ്ഘാടനം ചെയ്തു. ഗിരിജാരാജൻ അധ്യക്ഷത വഹിച്ചു. ജയന്തി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ സ്കറിയ OIC ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വായനയിലൂടെ ലഭിച്ച അറിവുകളെ അനുഭവവേദ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് മാനേജർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് അധ്യക്ഷയായി. വായനാ വാരത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷാ വിഷയങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് ഭാഷകളുടെ പ്രാധാന്യവും സവിശേഷതകളും കൂടുതൽ അറിയുന്നതിന് ഉപകരിച്ചു. ലിറ്റററി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരായ M പ്രീത, PR ലത എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് മാർത്തോമ പള്ളിക്ക് സമീപം കാട് പിടിച്ച് കിടന്നിരുന്ന പൊതുകിണർ BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സ്വച്ഛ് ഭാരത് ശുചീകരണത്തിന്റെ ഭാഗമായാണ് കിണർ വൃത്തിയാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് കിണറിലെ മണ്ണ് നീക്കുകയും ഗ്രില്ലിടുകയും ചെയ്തിരുന്നു. നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്ന കിണർ തുടർ പ്രവർത്തനങ്ങൾ നിലച്ചപ്പോൾ പാഴ്ചെടികൾ വളർന്ന് കാട് മൂടിയ നിലയിലായിരുന്നു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് BJ ജെബിൻ നേതൃത്വം നൽകിയ ശുചീകരണത്തിന് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സുനീഷ് പെരുന്തിരുത്തി, മുൻ മെമ്പർ പ്രദീപ് കൂനത്ത്, അരുൺ ഗഗനൻ, MB സുമിത, ബിനോജ് വാഴപ്പുള്ളി, അജീഷ് അശോകൻ, മനോജ് പെങ്ങാമുക്ക്, TD പ്രജിൽ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. പഞ്ചായത്ത് ഷോപ്പിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഷീജ മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. MP ബൈജു പരിശീലനത്തിന് നേതൃത്വം നൽകി. 15 വർഷത്തിലധികമായി നിത്യവും യോഗ ചെയ്തുവരുന്ന 75 വയസ്സ് പിന്നിട്ട U ഹസനാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡോക്ടർ ബാലകൃഷ്ണൻ സ്വാഗതവും ഡോക്ടർ രമ്യ നിഖിൽ നന്ദിയും പറഞ്ഞു. മമ്മിയൂർ LFCUP സ്കൂളിൽ വായനാ വാരാഘോഷവും സമാപിച്ചു. വായനാ വാരത്തിന്റെ ഉദ്ഘാടനം പ്രധാന അധ്യാപിക സിസ്റ്റർ സിമി മരിയ നിർവഹിച്ചു. 6ാം ക്ലാസ്സുകാരുടെ നേതൃത്വത്തിൽ വായനാദിന പ്രതിജ്ഞ, വിദ്യാർത്ഥികളുടെ പുസ്തക പരിചയം, വായനാദിന പ്രസംഗം തുടങ്ങി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. വിവിധ ദിവസങ്ങളിലായി നോവൽ പരിചയം, കഥാപാത്ര നിരൂപണം, കവിതാ ആലാപനം, പഴഞ്ചൊല്ലുകൾ, പുസ്തക പരിചയം, വായനത്താളുകൾ, കടങ്കഥകൾ, ചെറുകഥകൾ എന്നിവ കുട്ടികൾ ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളിൽ പുസ്തകങ്ങൾ പങ്കുവയ്ക്കാനുള്ള മനോഭാവം വളർത്തുന്നതിനായി ജൂൺ 23-ന് ബുക്ക് ബാങ്ക് കോമ്പറ്റീഷൻ, കുട്ടികളുടെ വായനാ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി വികസിക്കുന്ന വായനാ മരം എന്നിവ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ സമാപന ദിവസമായ വ്യാഴാഴ്ച സ്കൂൾ തലത്തിൽ മെഗാ വായനാ ദിന ക്വിസും സംഘടിപ്പിച്ചിരുന്നു. വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന മ്യൂസിക് തെറാപ്പി റീഡിംഗ് കുട്ടികൾക്ക് നവ്യാനുഭവമായി. അന്താരാഷ്ട്ര നഴ്സസ് ഡേയുടെ ഭാഗമായി KCYM കൊട്ടേക്കാട് ഫൊറോനയുടെ നേതൃത്വത്തിൽ നഴ്സുമാരെ ആദരിച്ചു. പേരാമംഗലം അഹല്യ വുമൺസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു. KCYM ഫൊറോന പ്രസിഡന്റ് ഗോഡ്വിൻ ആൻഡ്രോ അധ്യക്ഷത വഹിച്ചു. നഴ്സുമാരായി സേവനം അനുഷ്ഠിക്കുന്ന അതിരൂപത പ്രസിഡന്റ് ഷിനോ സൈമണിനെയും ഫൊറോന സെക്രട്ടറി ജെൻസി വിജയും ചടങ്ങിൽ ആദരിച്ചു. ഫൊറോന വൈസ് പ്രസിഡന്റുമാരായ ആൽവിൻ മനോജ്, അലീന K ഡേവിസ്, അതിരൂപത എക്സിക്യൂട്ടീവ് അംഗം ജിതിൻ പീറ്റർ, ട്രഷറർ KV വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവകകളിലെ പ്രതിനിധികളായ നിരവധി യുവജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,845 രൂപ, പവന് 1,02,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കിഴൂർ തെക്കേപ്പാട്ട് നാരായണൻ നായർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവറുമഠം ശ്മശാനത്തിൽ നടത്തി. മല്ലികയാണ് ഭാര്യ. നീലിമ, നിഷ എന്നിവർ മക്കളാണ്. ചാവക്കാട് മുതുവട്ടൂർ കാഞ്ഞങ്ങാട്ട് പ്രിയദർശനൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദേവപ്രിയൻ, ജ്യോതിപ്രിയൻ, ശാന്തിനി, സ്വാമിനി, ഷൈനി എന്നിവർ സഹോദരങ്ങളാണ്. വടക്കേക്കോട്ടൂർ പള്ളിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കരിയൻ ഭാര്യ അമ്മിണി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. മല്ലിക മകളാണ്. വെള്ളാറ്റഞ്ഞൂർ കുറ്റിക്കാട്ട് പരേതനായ തോമയുടെ ഭാര്യ മാർത്ത നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. റോസ, ഫ്രാൻസിസ്, മർഗിലി എന്നിവർ മക്കളാണ്. തിരുവളയന്നൂർ സ്കൂളിന് സമീപം മുൻ വ്യാപാരിയായിരുന്ന കൊമ്പൻ ലാസർകുട്ടി നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുഞ്ഞിലക്കുട്ടിയാണ് ഭാര്യ. മിനി, സിനി, വിനി, റിനി, ലിനി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വേലൂർ നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അംഗൻവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. BJPയുടെ സമരം പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ. ലോക മുസ്ലിങ്ങൾക്ക് ആത്മീയ പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച മുഹറം മാസത്തിലെ അതിപ്രധാനമായ താസു അശൂറ അഥവാ മുഹറം 9-10 വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ 1ാമത്തെ മാസവും പ്രവാചകൻ ശ്രേഷ്ഠമാക്കിയ 4 മാസങ്ങളിലെ ഒന്നുമാണ് മുഹറം. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ ആശങ്ക ഉയർത്തിയ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തി. ഒച്ചുകളെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ. കുന്നംകുളം നഗരസഭാ പരിധിയിലെ കാലപ്പഴക്കവും ശോചനീയാവസ്ഥയും മൂലം അപകട ഭീഷണി ഉയർത്തുന്ന പഴയ കെട്ടിടങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി നഗരസഭ. അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് നൽകി. അടിയന്തരമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും അതീവ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.